ജീവിതം ദുസ്സഹമാക്കിയെന്നാരോപിച്ച് BPCLന്റെ കൊച്ചിൻ റിഫൈനറിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. റിഫൈനറിക്ക് സമീപത്തുള്ള 38 കുടുംബങ്ങളാണ് കമ്പനിയുടെ വാതിൽക്കൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കോടികൾ ലാഭം കൊയ്യുന്ന റിഫൈനറിയാണ് സാധാരണ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നത്. കുടിക്കാൻ നല്ല വെള്ളത്തിനും ശ്വസിക്കാൻ ശുദ്ധവായുവിനും വേണ്ടിയുള്ള സഹന സമരമാണിത്. കേന്ദ്ര സർക്കാരിന്റെ കോടികൾ ലാഭം കൊയ്യുന്ന കൊച്ചിൻ റിഫൈനറിയാണ് പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയായി നിലകൊള്ളുന്നത്. അധികാരികളുടെ മുന്നിൽ കൈനീട്ടിയും കാരുണ്യം കാണിക്കാതെയും വന്നോടെ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയും കഞ്ഞിവെച്ച് സമരം നടത്തിയും ഇവർ ജീവിക്കാനായി സമരമുഖത്തേക്ക് ഇറങ്ങുകയായിരുന്നു. കുടിക്കാൻ വെള്ളം പോലും 2 മാസക്കാലമായി കമ്പനിയുടെ ഫയലിംഗ് നിമിത്തം വെള്ളം പോലും ഇല്ലാണ്ട് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന പാർട്ടിക്കാർക്കാണ് വെള്ളം കൊടുത്തു കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. പണി എന്ന് പറഞ്ഞ പരിസരത്ത് ആർക്കും പണി പോലും ഇല്ല ഈ കമ്പനി മുഖാന്തരം. 2 വർഷക്കാലമായി ഈ പൊല്യൂഷനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഈ കൊച്ചിൻ റിഫൈനറിയുടെ ധിക്കാരപരമായ നടപടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കമ്പനി ഗേറ്റിലേക്ക് വീണ്ടും ഞങ്ങൾ ഒരു സമരവുമായി എത്തിയിട്ടുള്ളത്. മാറാരോഗങ്ങളും ദുരിതങ്ങളും മൂലം കഴിയുന്ന ഇവർക്ക് തങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത് കമ്പനി ന്യായവില നൽകണമെന്നാണ് ആവശ്യം. 12 മണിയാകുമ്പോഴേക്കും അന്യായം മണാണ്. എന്നുവെച്ചാൽ ആ നിൽക്കാൻ വരെയും പറ്റില്ല. ഫയലിംഗ് കാരണം ഈ നാട്ടിൽ കിടക്കാൻ വരെ പറ്റില്ല. നമ്മൾ കുറേ ആൾ ജീവിക്കുമായിരിക്കും. ഈ ഉള്ള പിള്ളേർ എങ്ങനെ ജീവിക്കും? കേന്ദ്ര സർക്കാരിന്റെ വൻകിട പൊതുമേഖലാ കമ്പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് BPCLന്റെ കൊച്ചിൻ റിഫൈനറി. ബഫർ ഷോണും ഗ്രീൻ ബെൽറ്റും കൃത്യമായ തോതിൽ പാലിക്കാതെ എല്ലാ അനുമതികളും കേന്ദ്രത്തിൽ നിന്നും നേടിയാണ് പാവങ്ങളായ നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത്. വരും നാളുകളിൽ അനിശ്ചിതകാല നിരാഹാരം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വരാപ്പുഴയിൽ RSS അതിക്രമത്തിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 9 RSSകാർ പിടിയിലായി. വരാപ്പുഴയിൽ LDF ഹർത്താൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി സിബി ചേരുന്നു. സിബി, അതായത് ഈ പിടിയിലായവർക്കൊക്കെയും ഈ കൃത്യത്തിൽ വ്യക്തമായി പങ്കുണ്ട്, ഭീഷണിപ്പെടുത്തിയതിൽ, മർദ്ദിച്ചതിലൊക്കെ, ആക്രമണം നടത്തിയതിലൊക്കെ തന്നെ പങ്കുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഇവർ അറസ്റ്റ് ഔദ്യോഗികമായി എപ്പോൾ രേഖപ്പെടുത്തും? പ്രജീഷ്, ഇവരുടെ അറസ്റ്റ് ഔദ്യോഗികമായി അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നാണ് പറവൂർ CI അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 9 RSSകാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. ഇന്നലെ 3 പേർ പിടിയിലായിരുന്നു. ബാക്കി 6 പേർ കൂടി ഇന്ന് പിടിയിലായിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഈ വരാപ്പുഴയിലെ സമീപ പ്രദേശങ്ങളായി വളരെ നാളുകളായി ഇവർ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയാൻ പ്രയാസമില്ല. ജനങ്ങൾ തന്നെയാണ് ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് നൽകുകയും കൃത്യമായി ഇവരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. ആത്മഹത്യാ പ്രേരണ കുറ്റം, വധശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരമായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുക. ഇന്നലെയാണ് ഈ ദേവസ്വം പാടം സ്വദേശിയായ വാസുദേവനെയും വീട്ടുകാരെയും ആക്രമിക്കുകയും വാസുദേവന്റെ വീട് തല്ലി തകർക്കുകയും ചെയ്തത്. ഉച്ചയ്ക്ക് പട്ടാപ്പകലായിരുന്നു ഇത്തരത്തിൽ RSSകാരുടെ അക്രമം അഴിച്ചുവിട്ടത്. ഇതേ തുടർന്നാണ് ഈ കുടുംബനാഥൻ ഭയത്തോടെ ആത്മഹത്യ ചെയ്തത്. തുടർന്ന് ഈ പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. നാട്ടുകാർ ഒന്നടങ്കം പോലീസിൽ പരാതി നൽകുകയും ഈ സാമൂഹ്യ വിരുദ്ധരായ ഈ RSS പ്രവർത്തകരെ പിടികൂടണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വരാപ്പുഴ പഞ്ചായത്തിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഈ മരിച്ച വാസുദേവന്റെ മൃതദേഹം ഇന്ന് ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സംസ്കരിക്കും. തുടർന്ന് LDFന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ മാർച്ച് നടത്തും. ഇന്നിപ്പോൾ 9 RSSകാരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായിരിക്കുന്നത്. പ്രജീഷ്, വരാപ്പുഴയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് 9 RSSകാരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും. സൽമാൻ ഖാന്റെ ജാമ്യ ഹർജിയിൽ വിധി ഇന്ന് പറയും. അതേസമയം ജോധ്പൂർ സെഷൻസ് കോടതി ജഡ്ജി ഉൾപ്പെടെ 87 ജഡ്ജിമാരെ സ്ഥലം മാറ്റി. രാജസ്ഥാൻ ഹൈക്കോടതിയാണ് സ്ഥലം മാറ്റിയത്. വിശദാംശങ്ങളുമായി ഹരീഷ് ഇരുന്നു. ഹരീഷ്, അതായത് അഭ്യൂഹങ്ങളൊന്നും തന്നെയില്ല, ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. എപ്പോഴായിരിക്കും അങ്ങനെയെങ്കിൽ വിധി പ്രസ്താവിക്കുക? പ്രതീക്ഷ ഏകദേശം 11 മണിയോട് കൂടി വിധി പറയും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ബോളിവുഡ് നടന്ന സൽമാൻ ഖാൻ ജയിലിച്ച് വിധിച്ച ജഡ്ജി ദേവ്കുമാർ ഗാത്രിക്ക് സ്ഥലമാറ്റം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒപ്പം ഇന്ന് ജാമ്യാപേക്ഷ വാദം കേൾക്കാനിരുന്ന ജോധ്പൂർ സെഷൻസ് കോടതിയിലെ ജഡ്ജി രവീന്ദ്രകുമാർ ജോഷിക്ക് സ്ഥലമാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ 87 പേർക്കാണ് ഇപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതി സ്ഥലമാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് ഏപ്രിൽ 10 ശേഷമായിരുന്നു ഈ സ്ഥലമാറ്റം ഉണ്ടാവാറ്. ഇന്നിപ്പോ ഏപ്രിൽ 15 മുന്നോടിയായി തന്നെയാണ് 87 പേർക്ക് സ്ഥലമാറ്റം വന്നിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ജാമ്യാപേക്ഷ പരിഗണിച്ച ജഡ്ജി രവീന്ദ്രകുമാർ ജോഷി കേസ് പഠിക്കണമെന്ന് കാണിച്ച് ഇന്നത്തെ കേസ് മാറ്റിവെക്കുകയായിരുന്നു. അദ്ദേഹം ഇന്ന് ജോധ്പൂരിൽ നിന്ന് ഷിലോങ്ങിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ പകരം ദിൽവാല ഡിസ്ട്രിക്റ്റിലെ സെഷൻസ് ജഡ്ജ് ചന്ദ്രകുമാർ സൊങ്ങാരിയാണ് ഇവിടേക്ക് ജോധ്പൂരിലേക്ക് നിയമിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്നിപ്പോൾ വിധി പറയും 51 പേജുള്ള ജാമ്യാപേക്ഷയായിരുന്നു സൽമാൻ ഖാൻ ഇന്ന് ജോധ്പൂർ സെഷൻസ് കോടതി ഫയൽ ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യാപേക്ഷ പൂർണ്ണമായി വാദം കേട്ട കോടതി വിധി പറയാൻ വേണ്ടി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ നേരെയുള്ള കേസുകളെല്ലാം തന്നെ കേസിലെ വിധികളെല്ലാം പറഞ്ഞ ശേഷമായിരിക്കും ചിലപ്പോൾ സ്ഥലം മാറ്റം ഉണ്ടാവുക. അതിന്റെ ഭാഗമായി ഇന്നിലധികം വിധി പറയാൻ സാധ്യതയുണ്ട്. സൽമാൻ ഖാൻ ജാമ്യം കിട്ടും എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ പരക്കുന്നുണ്ട്. കൃഷ്ണമൃഗത്തെ ആരാധിക്കുന്ന ബിഷ്ണോയ് സമുദായക്കാർ മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട് ജോധ്പൂർ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നത് കൊണ്ട് താൻ സുരക്ഷിതമല്ലെന്നും സൽമാൻ ഖാൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ തന്നെ കോടതി ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാവാൻ തയ്യാറാണെന്നും അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുമാണ് സൽമാൻ ഖാൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ സൽമാൻ ഖാൻ ഇന്ന് ജാമ്യം ലഭിച്ചേക്കാം എന്നുള്ള വാർത്തകളും വരുന്നു. സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ ഹൈക്കോടതി സമീപിക്കാൻ തന്നെയാണ് സൽമാൻ ഖാന്റെ തീരുമാനം. ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ ഖാൻ അഭിനയിച്ചതും നിർമ്മിച്ചതുമായ നിരവധി ബോളിവുഡ് ചിത്രങ്ങൾ പ്രതിസന്ധിയിലാവും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റേസ് 3, ഭാരത് അടക്കമുള്ള ചിത്രങ്ങളിൽ ചില ടെലിവിഷൻ ഷോകളും മുടങ്ങുന്നതോടെ 1000 കോടികളുടെ പ്രതിസന്ധി വിനോദ വ്യവസായ മേഖല ഉണ്ടാകും. അത് പിന്നെയുള്ള പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. താൻ സുരക്ഷിതനല്ല, ജയിലിൽ ബിഷ്ണോയ് സമുദായക്കാരിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തനിക്ക് ജാമ്യം അനുവദിക്കണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ സൽമാൻ ഖാൻ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 11 മണിയോടുകൂടി വിധി പറയും എന്നാണ് അറിയുന്നത്. എന്തായാലും ജോധ്പൂർ കോടതിയിലെ ജഡ്ജി അടക്കം സെഷൻസ് കോടതി ജഡ്ജിയും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അടക്കം 87 ജഡ്ജിമാരെ രാജസ്ഥാൻ ഹൈക്കോടതി സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. പ്രതീഷ്. ഒപ്പം തന്നെ ICICI ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചന്ദ കൊച്ചാറിന്റെ ഭർത്തൃ സഹോദരനെ വീണ്ടും CBI കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. അതായത് തെളിവുകൾ കൂടുതൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒക്കെയുള്ള പല സ്ഥിരീകരണവും തേടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തീർച്ചയായും പ്രതീഷ്, ICICI ബാങ്ക് മേധാവി ചന്ദ കൊച്ചാറിന്റെ ഭർത്തൃ സഹോദരൻ രാജീവ് കൊച്ചാറാണ് ഇപ്പോൾ CBI കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വീഡിയോകോണിന് വായ്പാ ഇടപാടുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനാണ് അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. ഇത് 3ാം തവണയാണ് അദ്ദേഹത്തിനെ കസ്റ്റഡിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയെടുത്ത് അദ്ദേഹം ചോദ്യം ചെയ്യുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. അതേസമയം ICICI ബാങ്ക് മേധാവി ചന്ദ കൊച്ചാർ വീഡിയോകോൺ ഗ്രൂപ്പ് പ്രൊമോട്ടർ ആയിരുന്ന വേണുഗോപാൽ ദൂത്ത്, അതായത് അതുപോലെ ചന്ദ കൊച്ചാറിന്റെ ഭർത്താവ് ദീപക് കൊച്ചാർ എന്നിവർക്ക് വിദേശയാത്ര വിലക്ക് ഏർപ്പെടുത്തിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ചില വിദേശ മാധ്യമങ്ങളാണ് ഈ വാർത്തകളെല്ലാം തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ചന്ദ കൊച്ചാറിനും അതുപോലെ ദീപക് കൊച്ചാറിനെതിരെ എല്ലാം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇദ്ദേഹത്തിന് ഇപ്പോൾ CBI കസ്റ്റഡി എടുത്തിട്ടുണ്ട്. രാജീവ് കൊച്ചാറിനെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം പൂർണ്ണമായി ചോദ്യം ചെയ്തിരുന്നു. അതിന് 3ാം തവണയാണ് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്ത ആവശ്യമായി തന്നെ CBI കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ വിശദാംശങ്ങളെല്ലാം ഏകദേശം കുറച്ച് സമയത്തോടെ പുറത്തു വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതീഷ്. ശരി ഹരീഷാണ് 2 വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകിയത്. ഗാസയിൽ വീണ്ടും പ്രതിഷേധക്കാർക്ക് നേരെ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവയ്പ്. കൗമാരക്കാരനടക്കം 5 പേർ മരിച്ചതായി പലസ്തീൻ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. 780ഓളം പേർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം അറിയിച്ചു. 2 ആഴ്ചക്കിടെ നടക്കുന്ന 2ാമത്തെ വെടിവയ്പ്പാണിത്. ഇതോടെ പ്രതിഷേധത്തിനിടെ ഇസ്രായേൽ വെടിയേറ്റ് മരിച്ചവരുടെ എണ്ണം 26ആയി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ ഇടത് പാർട്ടികൾ രംഗത്ത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതലാണ് തൃണമൂൽ കോൺഗ്രസ് അക്രമം വ്യാപകമാക്കിയത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെ 100ഓളം സ്ഥാനാർത്ഥികൾക്ക് പരിക്കേറ്റു. ഭയമില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. പശ്ചിമ ബംഗാളിലെ പഞ്ചായത്തുകളിൽ അടുത്ത മാസം ആദ്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസ് അക്രമം അഴിച്ചുവിട്ടത്. CPIM സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിനെതിരെ പ്രതിഷേധവുമായി ഇടതു പാർട്ടികൾ രംഗത്തെത്തി. 100ഓളം സ്ഥാനാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. CPIM സെൻട്രൽ കമ്മിറ്റി അംഗവും മുൻ MP-യുമായ രാമചന്ദ്ര ഡോമിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മമതാ സർക്കാർ ഭരണഘടനാ ലംഘനമാണ് നടത്തുന്നതെന്നും ഭയമില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. All that is happening right now is virtually a negation of democracy. This has to end. Alternate arrangements must be made. Free and fair elections to be conducted. ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന സ്ഥിതിയാണെന്ന് CPI MP-യായ D രാജയും കുറ്റപ്പെടുത്തി.
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയ കോൺഗ്രസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയെ BJPയും സമീപിച്ചു. മെയ് 8-നാണ് ഫലപ്രഖ്യാപനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട് വളാടിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമി മറിച്ചു വിറ്റെന്ന് ആരോപിച്ച് നാട്ടുകാർ വാളാട് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. കരിമിൻ പ്രദേശത്ത് 3 ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമിയാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഭൂമാഫിയയ്ക്ക് വിറ്റതായി ആരോപണം ഉയർന്നിട്ടുള്ളത്. വാളാട് വില്ലേജ് പരിധിയിൽ 374/1 റീസർവേ നമ്പറിൽപ്പെട്ട ഭൂമി 8ഓളം പേർക്ക് പതിച്ചു നൽകിയതാണ്. ഇതിൽ 3 ആദിവാസി കുടുംബങ്ങളുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾ വാങ്ങിയതിനു പിന്നിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുമായിരുന്നു സമരം. ഇതിനു പുറമെ ഇതേ വില്ലേജിൽപ്പെട്ട ചെമ്പാടുകുന്ന് കോളനിയിലെ മിച്ചഭൂമിയും ഭൂമാഫിയ കയ്യേറിയതായി പരാതിയുണ്ട്. ഇത്തരം ഭൂ ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇതിനകം നിരവധി സമരങ്ങൾ നടന്നുവെങ്കിലും തീരുമാനമായില്ല. സമരങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വില്ലേജ് ഓഫീസ് ഉപരോധം നടന്നത്. പരാതികളിൽ അന്വേഷണമാകാമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. അന്വേഷണം കാര്യക്ഷമമല്ലെങ്കിൽ സമരപരിപാടികൾ തുടരാനാണ് തീരുമാനം. കർഷക സംഘത്തിന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിലാണ് സമരം നടന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും തുടർ നടപടികൾ തടയണമെന്നും ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. സർക്കാരിന്റെ വാദവും തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകന്റെ എതിർവാദവുമാണ് ഇന്ന് നടക്കുക. ഹൈക്കോടതിക്ക് ഇന്ന് പ്രവൃത്തി ദിവസം അല്ലാതിരുന്നിട്ടും സോളാർ കേസിൽ വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. കേസിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലോയേഴ്സ് യൂണിയൻ, സരിതാ നായർ എന്നിവർ സമർപ്പിച്ച ഹർജിയിൽ കോടതി ഇന്നലെ വാദം കേട്ടിരുന്നു. കോട്ടയത്ത് വൃദ്ധയായ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കോട്ടയം പേരൂർ പൂവത്തുമൂടിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മേരിയെയാണ് ഭർത്താവ് പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന മാത്യു ദേവസ്യ കൊലപ്പെടുത്തിയത്. ഇടുക്കി സ്വദേശികളായ ഇവർ മകൾക്കും ഭർത്താവിനും കുട്ടികൾക്കും ഒപ്പമാണ് പേരൂരിൽ താമസിച്ചിരുന്നത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. പ്രതിയെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാത വികസനം സ്ഥലമേറ്റെടുപ്പ് നിർത്തിവെക്കണമെന്ന് VM സുധീരൻ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമെന്നും തോക്കിൻകുഴലിലൂടെ വികസനം നടപ്പാക്കാനാകില്ലെന്നും മലപ്പുറത്ത് പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്താനുള്ള ശ്രമമെന്നും സുധീരൻ ആരോപിച്ചു. അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടത് മലപ്പുറം അല്ലെങ്കിൽ പ്രശ്നസങ്കീർണമായ സ്ഥലങ്ങളിലെ ഈ സ്ഥലമെടുപ്പ് നിർത്തിവെക്കണം. അടിയന്തരമായി നിർത്തിവെച്ച് അതാത് പ്രദേശങ്ങളിലെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തി അവരുടെ പരാതികൾ കേട്ട് ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാരമുണ്ടാക്കി വേണം മുന്നോട്ട് പോവുക. അല്ലാതെ തോക്കിൻ്റെ കുഴലിൽ കൂടി വികസനം കൊണ്ടുവരിക എന്നുള്ള സമീപനം ഒരു ജനാധിപത്യ സർക്കാരിന് ഒട്ടും യോജിച്ചതാണ്. പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രേം നസീർ നിത്യവസന്തം സായാഹ്നം സംഘടിപ്പിച്ചു. പൂജപ്പുര ശ്രീ ചിത്രതിരുനാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നടി വിധുബാലയ്ക്ക് നിത്യവസന്തം പുരസ്കാരം നൽകി. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൈരളി TV വാർത്താവിഭാഗം ഡയറക്ടർ NP ചന്ദ്രശേഖരന് സമ്മാനിച്ചു. പേരാമ്പ്ര ഫെസ്റ്റിന് കോഴിക്കോട് പേരാമ്പ്രയിൽ തുടക്കമായി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മേള സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രൂപീകരിച്ച വികസന മിഷൻ 2025ന്റെ നേതൃത്വത്തിലാണ് പേരാമ്പ്ര ഫെസ്റ്റ് നടക്കുന്നത്. ഈ മാസം 12 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ആരോഗ്യ, കാർഷിക, വിദ്യാഭ്യാസ, വ്യാവസായിക പ്രദർശന, വിപണന മേള, വികസന സെമിനാറുകൾ എന്നിവയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു നാടിന്റെ പുരോഗതിക്കായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ് പേരാമ്പ്ര ഫെസ്റ്റിനെ വ്യത്യസ്തമാക്കുന്നത്. പേരാമ്പ്രയുടെ സമഗ്ര വികസനമാണ് പേരാമ്പ്ര ഫെസ്റ്റിന്റെ നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത്. ജനകീയ കൂട്ടായ്മയിൽ വികസന രംഗത്ത് വൻതോതിലുള്ള നേട്ടം കൈവരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വികസനത്തോടൊപ്പം ഒരു നാട് സാംസ്കാരിക മുന്നേറ്റം കൂടി നടത്തുകയാണ് ഇത്തരം ഒരു ഫെസ്റ്റിലൂടെ. ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന വ്യാപാരോത്സവം മെയ് 10 വരെ നീണ്ടുനിൽക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
VT ബൽറാമിനെ പിന്തുണച്ച് KC വേണുഗോപാൽ ഇപ്പോഴത്തെ വിവാദങ്ങൾ പാർട്ടി ചർച്ച ചെയ്യണമെന്നും കുട്ടികളുടെ ചിലവിൽ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥ ശരിയല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ഭിന്നസ്വരങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരം തിരുത്തൽ ശക്തികളെ അച്ചടക്കത്തിന്റെ പേരിൽ തള്ളിക്കളയരുതെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. അപ്പോൾ ഈ വിഷയത്തിൽ ജനപക്ഷത്ത് എന്താണ് കാര്യങ്ങളുള്ളത് കൂടുതൽ മനസ്സിലാക്കുന്നത്, അതിനൊരു ചർച്ച നടത്തേണ്ടി വന്നാൽ ചർച്ച നടത്തുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ സ്വരം വന്നിട്ടുണ്ട്. ആ വ്യത്യസ്തമായ സ്വരം വരുന്നത് വലിയ കുഴപ്പമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ വീട് അനുവദിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് സന്തോഷ് ട്രോഫി കേരള ടീമിൽ അംഗമായിരുന്ന KP രാഹുലിന്റെ കുടുംബാംഗങ്ങൾ. കാസർഗോഡ് ചീമേനിയിൽ സർക്കാർ അനുവദിച്ച 10 സെന്റ് ഭൂമിയിൽ ഇവർക്ക് ഒറ്റമുറി കൂര മാത്രമാണുള്ളത്. വീട് അനുവദിച്ച സംസ്ഥാന സർക്കാരിനോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് കുടുംബാംഗങ്ങൾ. കാസർഗോഡ് ചീമേനിയിൽ ഓടുമേഞ്ഞ ഒറ്റമുറി വീട്ടിലാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ കേരള ടീം അംഗം KP രാഹുലിന്റെ കുടുംബം കഴിയുന്നത്. സർക്കാർ അനുവദിച്ച 10 സെന്റ് മിച്ചഭൂമിയിൽ 3 ലക്ഷം രൂപ ബാങ്ക് വായ്പയെടുത്താണ് 2 വർഷം മുമ്പ് ഈ കൊച്ചുവീട് നിർമ്മിച്ചത്. ഉണ്ണാനും ഉറങ്ങാനുമെല്ലാം ഒറ്റമുറി. കൂലിപ്പണി ചെയ്ത് കുടുംബത്തെ സംരക്ഷിക്കുന്ന രാഹുലിന്റെ അച്ഛൻ രമേശിന് ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ തന്നെ പ്രയാസം. രാഹുലിന്റെ കുടുംബത്തിന് സുരക്ഷിതമായ വീടില്ലാത്ത സ്ഥിതി മാധ്യമങ്ങളും തൃക്കരിപ്പൂർ MLA M രാജഗോപാലനുമാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. വ്യവസായ കായിക വകുപ്പ് മന്ത്രി AC മൊയ്തീൻ രാഹുലിന് പുതിയ വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചതിൽ ഏറെ ആഹ്ലാദിക്കുകയാണ് കുടുംബാംഗങ്ങൾ. നമ്മൾക്കിപ്പോൾ സർക്കാർ വീടെല്ലാം അനുവദിച്ചു തന്നതിന് സർക്കാരോട് നല്ല നന്ദി കടപ്പാടും എല്ലാം ഉണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ട MLA രാജഗോപാൽ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ നേരിട്ട് മുഖ്യമന്ത്രിയെയും കായിക മന്ത്രിയെയും നേരിട്ട് പോയി നിവേദനം നൽകിയത്. അതുകൊണ്ടാണ് വീടിന് അനുമതി ഉണ്ടായത്. അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയോടും MLAയോടും കായിക മന്ത്രിയോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും. 6-ാം വയസ്സിൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ രാഹുലിന്റെ ഈ രംഗത്തെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ഇപ്പോൾ കോട്ടയം മാർ ബെസേലിയോസ് കോളേജിൽ 2ാം വർഷ BA മലയാളം വിദ്യാർത്ഥിയാണ് രാഹുൽ. +2 കഴിഞ്ഞ ഏക സഹോദരി രസ്ന ചിത്രകാരിയും ഹാൻഡ്ബോൾ കളിക്കാരിയുമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന മൺട്രോത്തുരുത്തിന്റെ ഭൂഘടനയ്ക്ക് അനുയോജ്യമായ ഭവന പദ്ധതിക്ക് CPIM തുടക്കമിട്ടു. ഏത് നിമിഷവും വെള്ളക്കെടുതി പ്രതീക്ഷിക്കാവുന്ന മൺട്രോത്തുരുത്തിൽ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ പര്യാപ്തമായ ആംഫിബിയസ് വീടുകളാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻപിള്ള ശിലയിട്ടത്. മൺട്രോത്തുരുത്ത് പൂപ്പാണിയിൽ ഗോപിനാഥന്റെ വീടിന് തറക്കല്ലിട്ടുകൊണ്ടാണ് CPIM എന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ബൃഹത് പദ്ധതി മൺട്രോത്തുരുത്ത് നിവാസികൾക്കായി യാഥാർത്ഥ്യമാക്കുന്നത്. മധുരം വിതരണം ചെയ്തും ലഘുഭക്ഷണം നൽകിയും നാട്ടുകാർ ചടങ്ങ് ഏറ്റെടുത്തു. ഉദ്ഘാടകനായി എത്തിയ S രാമചന്ദ്രൻപിള്ളയെ ഹാരമണിയിച്ച് നാട്ടുകാർ സന്തോഷം പങ്കിട്ടു. സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും പാവപ്പെട്ടവരെ ഉന്നതിയിലെത്തിക്കുകയാണ് പാർട്ടി ലക്ഷ്യമെന്ന് S രാമചന്ദ്രൻപിള്ള പറഞ്ഞു. രാജ്യത്താകെ സാമ്പത്തികമായി സാമൂഹ്യമായി രാഷ്ട്രീയമായി ഒരു പുതിയ മാറ്റമുണ്ടാക്കാൻ ജനങ്ങളെ അണിനിരത്തുന്ന ജോലിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏർപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടി പാർട്ടി ഇടപെടേണ്ടതുണ്ട് എന്ന തരത്തിൽ പാർട്ടി തീരുമാനിച്ചു. ആ നിലയിലാണ് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതികളുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുടേതായ രോഗം ബാധിച്ചിട്ടുള്ള ആളുകളുണ്ട്, പ്രായം ബാധിച്ചിട്ടുള്ള ആളുകളുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന മൺട്രോത്തുരുത്തിന് അനുയോജ്യമായ ആംഫിബിയൻസ് വീടുകളാണ് നിർമ്മിക്കുന്നതെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ പറഞ്ഞു. ആർക്കിടെക്റ്റുകൾ അവരെല്ലാം ആലോചിച്ചിട്ട് ചില വളരെ ഭാരം കുറഞ്ഞ ഭിത്തികളുള്ള അല്പം ഉയർന്നു നിൽക്കുന്ന ആംഫിബിയൻ ഹൗസസ് എന്ന് പറയും. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾക്കാണ് ആംഫിബിയൻ എന്ന് പറയുന്നത്. അതുപോലെ വെള്ളം പൊങ്ങി വരുമ്പോഴും ജീവിക്കാൻ പറ്റുന്ന അല്പം ഉയർന്ന വീടുകൾ. പിന്നെ ടോയ്ലറ്റ്, സാധാരണ വീട് താന്നു പോകുമ്പോൾ ടോയ്ലറ്റിനകത്ത് എല്ലാ വേസ്റ്റ് വീടിനകത്തേക്ക് വരുമെന്നൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ചില മോഡലുകളാണ്. ശിലാസ്ഥാപന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി അംഗം E കാസിം അധ്യക്ഷനായി. വീടിന്റെ രൂപരേഖ ആർക്കിടെക്ട് നിരഞ്ജൻ ദാസ് ശർമ്മ കുന്നത്തൂർ ഏരിയ സെക്രട്ടറി ഡോക്ടർ PK ഗോപന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോഴിക്കോട് SM സ്ട്രീറ്റിൽ കടകളിൽ മോഷണം നടന്നു. 4 കടകളുടെ പൂട്ട് തകർത്തു. ഒരു കടയിൽ നിന്നും 25,000 രൂപ മോഷ്ടിച്ചതായും പരാതി. കോഴിക്കോട് മിഠായി തെരുവിലെ കടകളിലാണ് മോഷണം നടന്നത്. 4 കടകളുടെ പൂട്ട് തകർത്തു. ഒരു കടയിൽ നിന്നും 25,000 രൂപ മോഷ്ടിച്ചതായും പരാതിയുണ്ട്. KVS കോംപ്ലക്സിന്റെ അടക്കം പൂട്ട് തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. ന്യൂ സ്റ്റൈൽ പെൻ കമ്പനി, അപ്സര എന്റർപ്രൈസസ്, ന്യൂ മേഘ ബട്ടൺ ഹൌസ്, ഷഫീർ എന്നീ കടകളുടെ പൂട്ടുകളാണ് തകർത്തിരിക്കുന്നത്. രാത്രി 10:30 വരെ കടകളിൽ ആളുകളുണ്ടായിരുന്നു.
സാധാരണയായി കോഴിക്കോടിന്റെ വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിൽ ഇത്തരം മോഷണ ശ്രമങ്ങൾ ഒന്നും തന്നെ നടക്കാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇത്തരം ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് വ്യാപാരികളും വ്യക്തമാക്കുന്നു. ഇവിടെ കളവ് ഇത്രയും വ്യാപകമായുള്ള കളവ് ആദ്യമായിട്ടാണ് നടക്കുന്നത്. 10-20 വർഷം മുമ്പ് ചെറിയ ചെറിയ കളവൊക്കെ നടക്കാറുണ്ടെങ്കിലും ഒന്നും കാര്യമായിട്ട് നടക്കാറില്ല. നമ്മുടെ കച്ചവടക്കാരും ജീവനക്കാരും തൊഴിലാളികളും വളരെ ജാഗ്രത പുലർത്തുന്ന ഒരു മാർക്കറ്റാണ് അത്. 10:30 മണിക്കാണ് അവസാനമായിട്ട് കോംപ്ലക്സിന്റെ ഗേറ്റ് പൂട്ടിയിട്ട് ആൾ പോയിരിക്കുന്നത്. പകൽ സെക്യൂരിറ്റി ഉണ്ടാവും, രാത്രി ഉണ്ടാവാറില്ല. അതിനുശേഷമായി സംഭവം നടന്നിട്ടുണ്ടാവുക. ഇപ്പോൾ CCTV ക്യാമറയിൽ ഒരു ചെക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കുറ്റവാളികളെ പിടിക്കുന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൊഴിലാളികളും കടക്കാരും ജാഗരൂകരായിരിക്കെയും CCTV അടക്കമുള്ള സജ്ജീകരണങ്ങളുള്ള സ്ഥലവുമാണ് മിഠായി തെരുവ്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിനെതിരെ കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാതിരിക്കാൻ എന്ത് പ്രതികൂല സാഹചര്യമാണുള്ളതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്ന് VM സുധീരൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്ന് KC വേണുഗോപാലും പറഞ്ഞു. ചെങ്ങന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. തിരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീണ്ടുപോകുന്നതിൽ കോൺഗ്രസിന്റെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് മുൻ KPC അധ്യക്ഷൻ VM സുധീരനും KC വേണുഗോപാലും സംസാരിച്ചത്. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ദുരൂഹതയാണെന്ന് VM സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് ചെലവുകൾ വർദ്ധിക്കാൻ ഇടവരുത്തരുത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ സമീപനം വന്നപ്പോൾ സ്വാഭാവികമായി പിന്നെ പ്രചരണത്തിന് വരുന്ന ചെലവുകൾ പിന്നെ മറ്റ് ചെലവുകളൊക്കെ വർദ്ധിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ആവശ്യമാണ്. തീയതി നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടാകും. കർണാടക തെരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും മുമ്പ് BJP പ്രഖ്യാപിച്ചത് തന്നെ കമ്മീഷന്റെ വിശ്വാസ്യത ഇല്ലാതാക്കിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന നാളുകളായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. അപ്പൊ ഇവിടെയും ആളുകൾ എന്തുകൊണ്ടാണ് ഇത് ഇലക്ഷൻ നടത്താത്തതെന്ന് എല്ലാവരിലും ഇപ്പൊ സംശയം വന്നിരിക്കുകയാണ്. കാരണം എല്ലാവരും തയ്യാറെടുപ്പിലാണെന്ന്, എല്ലാ പാർട്ടികളും തയ്യാറെടുപ്പിലാണ്. ആരും ഇത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ആരും തിരഞ്ഞെടുപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല പ്രകടമായിട്ട്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത്? മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച ശേഷം ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ നിലപാടിനെതിരെ രാഷ്ട്രീയമായി പ്രതികരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ. സംസ്ഥാന ഭാരത് ഭവൻ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ബഹുഭാഷാ സാംസ്കാരിക സർഗോത്സവത്തിന് ഇന്ന് തുടക്കം. ജില്ലയിൽ 4 കേന്ദ്രങ്ങളിലാണ് 4 ദിവസങ്ങളിലായി സർഗോത്സവം സംഘടിപ്പിക്കുന്നത്. വൈവിധ്യമാർന്ന പരിപാടികളാണ് സർഗോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുക. ബഹുഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ജില്ലയാണ് കാസർഗോഡ്. ഈ മണ്ണ് ഇനി 4 നാൾ വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികൾക്ക് വേദിയാകും. പ്രശസ്ത യക്ഷഗാന കലാകാരൻ ഷേണി ഗോപാലകൃഷ്ണ ഭട്ടിന്റെ ശതാബ്ദി ആഘോഷത്തോടുകൂടി ഇന്ന് രാവിലെ കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സർഗോത്സവത്തിന് തുടക്കമാകുന്നു. വൈകിട്ട് 5-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഗ്രാമീണ കലകളുടെ അരങ്ങേറ്റം. ബദിയെടുക്ക, കാഞ്ഞങ്ങാട്, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലും സമാന നിലയിൽ സർഗോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയ്ക്ക് കലാസാംസ്കാരിക മേഖലയിൽ പുതിയൊരു അനുഭവമായിരിക്കും സർഗോത്സവം. ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ. ജനകീയ പങ്കാളിത്തമുള്ള ഒരു സർഗോത്സവം ഒരുക്കൂട്ടുകയാണ് ഭാരത് ഭവൻ ഇതുവഴി ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരം, കല, ജീവിതം ഇവയൊക്കെ കൂടുതൽ ഉയരത്തിലേക്ക്, അതിന്റെ തെളിമയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉണ്ടാക്കുക, ജനകീയമാകുക, ജനകീയ സർക്കാരിന് ഒപ്പം ചേർന്ന് അത്തരം അവബോധങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ള സതുദ്ദേശമാണ് ഇത്തരം ദൗത്യങ്ങൾക്ക് പിന്നിലുള്ളത്. 9-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്യും. 10-ന് മഞ്ചേശ്വരത്താണ് സർഗോത്സവത്തിന്റെ സമാപനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.